ചങ്ങായിമാരത് നോക്കി ഞങ്ങൾ എവിടേക്കാ പോകണമെന്നുള്ളത് രാവിലെ തന്നെ നേരെ 5 മണി ആയിട്ടുള്ളൂ. ഒന്ന് ക്ലോക്കിലേക്ക് നോക്കി ഞങ്ങൾ ക്ലോക്ക് ഇവിടെ അതാ ക്ലോക്ക് 5 മണി ആവണുള്ളൂ മക്കളെ. പലിച്ചും കഴിച്ച് ഒറ്റ ഇറക്കാം ഓട്ടോറിക്ഷ എടുത്തിട്ട്. എൻ്റെ മോനെ പോണത് ചട്ടിപ്പറമ്പ് ആടിച്ചന്തയൊക്കെ കേട്ടോ. റോഡൊക്കെ ഫ്രീ ആണ് മക്കളെ. രാവിലെ നടത്തക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. റോഡൊക്കെ കാര്യമായിട്ട് ഫ്രീ ആണ്. ഏകദേശം ഞങ്ങളിപ്പോൾ മുളയങ്കാവ് എത്തുന്നുള്ളൂ. മുളയങ്കാവ് വഴിക്ക് പാസ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഇടയിലൊന്ന് നിസ്കരിച്ച് കാര്യങ്ങളാക്കി മെല്ലെ ഇറങ്ങി. ഒരു പള്ളി കണ്ടപ്പോൾ നിസ്കരിച്ച് അങ്ങനെ പോന്നു. ഏകദേശം പാലൂർ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഏകദേശം കുളത്തൂരൊക്കെ എത്തിയപ്പോൾ റോഡിലൊക്കെ വിളിച്ച് വരാൻ തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മളെ ചന്തയുടെ അവിടെ വരുന്നത്, ചട്ടിപ്പറമ്പ് ചന്ത. എൻ്റെ മോനെ എന്തൊക്കെ ഐറ്റങ്ങളുള്ളവരോ, ആടും പോത്തും പയ്യും കാളി മൂരി എല്ലാം ഉണ്ട് മക്കളെ. എൻ്റെ മോനെ നോക്കിയങ്ങൾ, അയ്യോ കന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് കാളക്കന്ന് മുരിക്കന്ന് അങ്ങനെയുള്ള എല്ലാ കന്നിൻ്റെ അടുത്താണ്. പോത്ത് പയ്യ് ആട് കന്ന് അങ്ങോട്ട് സൈഡിലാണ്, അങ്ങോട്ട് ഞങ്ങൾക്ക് എത്തണ്ടേ. എന്തായാലും ആട് ചന്ത കാണാൻ ഞങ്ങൾ വന്നത്. ഓ വരുമ്പോൾ തന്നെ സാധനം കിടക്കണമൊക്കെ നിങ്ങൾ യജാതി മുട്ടനാട് കറുത്ത മുട്ടനല്ലേ, ഇതാണ് ഐറ്റം മക്കളെ. എൻ്റെ മോനെ കിട്ടിയവൻ കുത്തിമറിക്കും, അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ചന്ത, ആട് ചന്ത. ആടൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എത്രത്തോളം ഹാജിമാരാണുള്ളത്, ഹാജിമാരും മനുഷ്യന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എന്തായാലും അങ്ങനെ ഇതാണ് ചന്ത മക്കളെ. ബദരീങ്ങളുടെ നേർച്ച കൊണ്ട് തന്നെയാണ് തോന്നുന്നു. ആടിന് ഭയങ്കര ചൂടാണ്, റേറ്റ് ഭയങ്കരമാണ്. എല്ലാവരും ഒരേ റേറ്റിലാണ്. ഏകദേശം 10-17 റുപ്യൊക്കെയാണ്, 13-12 റുപ്യൊക്കെ വരുന്ന ആടിൻ്റെ അവർ വെക്കുന്നത്. എന്തായാലും വില നല്ല കൂടുതലാണ്, നല്ല പൊള്ളലാണ് ചന്ത. കണ്ടുമാനം ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട്. കാര്യമായിട്ട് എല്ലാവർക്കും കൊറ്റന്മാരാണ്. പെണ്ണാട് കമ്മിയാണ്, കുറച്ച് ഒരു അപൂർവം ആട് മാത്രമേ പെണ്ണാടുള്ളൂ. ബാക്കി എല്ലായിടത്തും കൊറ്റനാടാണ്. നല്ല അടിപൊളി സൈസത്തെ കൊറ്റന്മാർ, അത് നല്ല പൊള്ളുന്ന വില. എന്തായാലും ഒരുപാട് നടന്നു നമുക്കൊരു ആടിനെ കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ ഏതൊക്കെ തരം ആടുകളെന്നറിയോ. വീഡിയോ ഫുള്ളായിരുന്നു കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഏതൊക്കെ തരം ആടുണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നവിടെ കണ്ടതിൽ ഏറ്റവും വലിയ സൈസ് ആട് ചിലപ്പോൾ ഇതായിരിക്കും. ഇതിനേക്കാൾ വലുതുകളുണ്ട്, പക്ഷെ ഇന്ന് അവിടുത്തെ ഏറ്റവും നല്ല സൈസ് സാധനം ഇതായിരിക്കും. എൻ്റെ മോനെ അടിക്ക് അങ്ങനെ പിന്നെ അവിടെ താഴത്തിറങ്ങുമ്പോൾ ഇത് ഏതാ സാധനം എന്നൊക്കെ. ഞാൻ കാശ്മീർ പോയപ്പോഴും ഇതിന് മുന്നേ ഇങ്ങനത്തെ സാധനം കണ്ട്. എന്തായാലും ഇങ്ങനത്തെ സാധനം നമ്മൾ നാട്ടിലുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ചന്ത ഒരു രക്ഷയില്ല മക്കളെ.
എന്തായാലും അവസാനം ഞാനൊരെണ്ണത്തിന് വാങ്ങി ചന്തയിൽ നിന്ന് മടങ്ങിട്ടോ.